കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചില്ല. നിരവധി വൈദ്യുതി നിർമ്മാണ ഈ അണക്കെട്ടുകൾ അല്ലെ പദ്ധതികൾ അല്ലേ, ഇത്തരത്തിലുള്ള വൈദ്യുത പദ്ധതികൾ ഒന്ന് മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ തകരാറിലായതായ പലതും അതിൻ്റെ കേടുപാടുകൾ തീർക്കാനോ ഒരു യൂണിറ്റ് പോലും വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവർ ജലവൈദ്യുത പദ്ധതികൾക്ക് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇതിന് എതിര് നിൽക്കുന്നൊക്കെ അറിയാം. അതൊന്നും വേണ്ട. അപ്പം നിലവിലുള്ളതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കൂടി ഇവർ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. മറ്റൊന്ന്, കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ട വൈദ്യുതിയുടെ ഒരു 70% പുറത്തു നിന്നാണ് വാങ്ങുന്നത്. അതാണ് ഇവരെന്തോ 10 വർഷം കൊണ്ട് ഞങ്ങളിവിടെ തേനും പാലും ഒഴുക്കി വികസനം എന്നൊക്കെ പറഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്ത പാതകം എന്താണെന്ന് അറിയോ? ഈ 10 വർഷത്തിനിടയിൽ ആവശ്യത്തിന് നമുക്കിവിടെ ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറിയും നെല്ലും തുടങ്ങിയ മനുഷ്യന്റെ ഭക്ഷണ സാധനങ്ങൾ 10% പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ വൈദ്യുതി ആകെ 30% ഉൽപ്പാദിപ്പിക്കുന്നത്. 30% താഴെ 28-29%. ബാക്കിയുള്ള 70% കൂടുതൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് പുരപ്പുര സോളാർ, നമുക്കറിയാം ഒരുപാട് പേര് കേന്ദ്രത്തിൻ്റെ പ്രത്യേക സബ്സിഡിയൊക്കെ ഉണ്ട്, ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ സബ്സിഡിയൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ പലരും പുരപ്പുറ സോളാർ പദ്ധതി അല്ലേ, അത് വ്യത്യസ്ത സ്ഥാപനങ്ങൾ. പക്ഷേ ഈ പുരപ്പുറ സോളാർ പദ്ധതിക്ക് ആവശ്യമായ സഹകരണം KCB നൽകുന്നില്ല. അതുകൂടി നൽകുന്നില്ല എന്ന് പറഞ്ഞ് തിന്നില്ല തീറ്റിക്കില്ല. ഇതാണ് KCB പിണറായി വിജയൻ. ഇത് അവസാനം എന്താ സംഭവിച്ചാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതിയുടെ അതിനേക്കാൾ യൂണിറ്റ് ഈ പുരപ്പുറ സോളാർ പദ്ധതിയിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ബാറ്ററി യൂണിറ്റ് സംവിധാനം പോലും ഇവരുണ്ടാക്കില്ല. എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളാർ വൈദ്യുതി പകുതിയിലേറെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം ഇല്ല. എന്തായാലും ഇവര് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംഭരിച്ചു വെക്കാനുള്ള ഒരു സിസ്റ്റം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്റെ പിണറായി വിജയ, എന്താടോ താൻ 10 കൊല്ലങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? എന്താ ഇവിടെ പൊളുത്തിയത് അല്ലേ? എന്നിട്ട് ഉളുപ്പും മാനില്ലാതെ എത്ര കോടിയാണോ ചെലവാക്കിയത് അല്ലേ? 270 കോടി ചെലവാക്കിയിട്ടല്ലേ മന്ദം തല ഈ ആകാശത്ത് മുഴുവൻ നിറച്ചത്. 6000 വലിയ ബോർഡ്. വല്ല കാര്യമുണ്ടോ? ജനങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം പവർ കട്ട്, ലോഡ് ഷെഡിങ് നിന്റെ ഭരണകാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണെങ്കിൽ നേരത്തെ പറയുമായിരുന്നു ഇന്ന സമയത്ത് പവർ കട്ട് ഉണ്ടാവും, ലോഡ് ഷെഡിങ് ഉണ്ടാവും, ആൾക്കാർക്ക് അതിനനുസരിച്ച് ക്രമപ്പെടുത്തായിരുന്നു. ഇതല്ല, ഇത് തോന്നിയ പോലെ പറയില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഷെഡിങ്, പിണറായി വിജയന്റെ കാലത്ത് ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ട് ഇല്ല. ഉളുപ്പും മാനില്ലാതെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആകെ 5 ദിവസമേ ബാക്കിയുള്ളൂ. ഇനി ആകെ 5 ദിവസമേ ബാക്കിയുള്ളൂ ഈ പണ്ടാറൊന്ന് ഈ കുരുപ്പൊന്ന് ഒഴിഞ്ഞു പോകാൻ അല്ലേ? അതിന്റെ ഇടയിലാണ് പറയുന്നത് മൂപ്പരെ പന്തല് കെട്ടി കാത്തിരിക്കുകയാണ്. പന്തല് കെട്ടി 16 അടിയന്തരത്തിന്റെ പന്തലായിരിക്കും. പന്തല് കെട്ടി കാത്തിരിക്കുകയാണ് അത്ര സത്യപ്രതിജ്ഞ ചെയ്യാൻ. മംഗളത്തിലെ വാർത്തയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായാലും കരുതലില്ലാതെ ഇരുട്ടിലാക്കി. ഇതിൽ പ്രത്യേക ബോക്സ് ഉണ്ട്. ഔദ്യോഗികമായി അരമണിക്കൂറിൽ താഴെ വൈദ്യുതി നിയന്ത്രണം. പവർ കട്ട്, ലോഡ് ഷെഡിങ് ഒന്നും പറയാൻ പാടില്ല. പിണറായി വിജയന്റെ ഭരണകാലത്ത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് വിലക്കിയതുപോലെ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നൊന്നും പറയാൻ പാടില്ല. പകരം എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു? പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ബന്ദ് പാടില്ല എന്ന് പറഞ്ഞപ്പം ബന്ദ് ഹർത്താലാക്കിയല്ലോ, അതേപോലെയാണ് ഈ പരിപാടി. അപ്പൊ ഔദ്യോഗികമായി അരമണിക്കൂറിൽ താഴെ വൈദ്യുതി നിയന്ത്രണം. ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനമില്ലായിരുന്നു. ഇപ്പൊ പ്രഖ്യാപിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. എന്തുണ്ടാവും? അതുണ്ടാവും. അത് മറ്റേ പറയാൻ പാടില്ല. ഏത് പറയാൻ പാടില്ല? ഈ പവർ കട്ട്, ലോഡ് ഷെഡിങ് ഒന്നും പറയാൻ പാടില്ല. മറ്റേത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിയന്തര ഘട്ടമുണ്ടായാൽ സംസ്ഥാനത്ത് വൈകിട്ട് 6-നും 12-നും ഇടയിൽ അരമണിക്കൂറിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. KCB പറയുന്നത്. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാക്കുന്നത് ഒഴിവാക്കാനാണ് നിയന്ത്രണം. അത് അത്രേ ഉള്ളൂ. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് നിയന്ത്രണം. പൊട്ടന്മാരെ KCB എന്ന് പറയുന്നത്. നിങ്ങളെന്തായാലും ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ശരി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നാൽ വൈദ്യുതി ഇവിടുന്നൊക്കെ കൊണ്ടുവരുന്ന വൈദ്യുതി അതിന്റെ ഒരു പ്രസരണ ശേഷി അതൊന്ന് നോക്കണ്ടേ? ഇത് കൂടിയ കഴിഞ്ഞാൽ ഇതാണ്ട് പൊട്ടി വീഴുന്നൊക്കെ പറയുന്നത്. പൊട്ടി വീഴാത്ത ഒരു സിസ്റ്റം ഉണ്ടാക്കാനാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ?
ഇത്രയും ബാധിച്ച് ശമ്പളം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന് അവിടെ രൂപം നൽകിയത് ഈ പ്രസരണം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യക്ഷമമായ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ തകർന്നു വീഴുന്നുള്ളതുകൊണ്ട് ഇതാണ്ട് ഒഴിവാക്കലാണ്. കഴിഞ്ഞ ദിവസം ഒരു പണ്ട് പറയുന്നത് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ പീക്ക് സമയത്ത് വൈദ്യുതി കൂടുതൽ ഉപഭോഗം. ഈ 20 ലക്ഷം മറ്റേ ഇൻഡക്ഷൻ കുക്കറുകൾ 20 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകൾ കഴിഞ്ഞ മാസം ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഏടാ പൊട്ട, ഏത് കണക്കാടോ, എന്ത് ഡാറ്റയാടോ ഉള്ളത്? 20 ലക്ഷം ഇൻഡക്ഷൻ കുക്കർ വാങ്ങി തന്നെ ഇരിക്കട്ടെ, ഈ ആൾക്കാരൊക്കെ രാത്രി 10 മണിക്ക് ശേഷമാണോ ഈ ഭക്ഷണം പാകം ചെയ്യുക? ഇത് എവിടുത്തെ വല്ല ബോധവും ഇവരുണ്ടോ? ഈ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ എപ്പോഴാണ് പാകം ചെയ്യുക? അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണ പാകം ചെയ്യൽ പറഞ്ഞാൽ പകൽ സമയത്താണ്. ഈ രാത്രി 12 മണിക്കാണ് ആൾക്കാരെല്ലാവരും പാടെ ഇൻഡക്ഷൻ കുക്കർ കത്തിക്കുക. പറയുന്നതിനൊരു ലോജിക്കില്ല. അതെന്തെങ്കിലും വിളിച്ചു പറയുക. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ, അത് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള ഒന്നുമില്ല. പറഞ്ഞാൽ മതി വെറുതെ. അതിദാരിദ്ര്യം നാളെ മുതൽ ഇല്ല. എന്നിട്ടാണ് ആ പാവം ഒരു പയ്യൻ മൂർഖൻ പാമ്പ് കടിച്ച് മരിച്ചല്ലോ, ആ വീടൊക്കെ കണ്ടല്ലോ നെഞ്ചത്തടിച്ച് കരഞ്ഞു പോകും നമ്മള്. എന്നിട്ടാ പറയുന്നത് അതിദാരിദ്ര്യം ഇല്ല. അപ്പൊ അതേപോലെയാണ്. പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല, ഉള്ളത് മറ്റേ ചെറിയ നിയന്ത്രണം. അതാണ് ഇപ്പൊ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമയെ. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറിയാണ് വൈദ്യുതി നിയന്ത്രണം ഉറപ്പിച്ചു. കെ ഷോക്ക് എന്നാ പറയുന്നത്. കെ ആണല്ലോ. കെ ഷോക്ക്. രാത്രിയിൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. കേട്ടോ അന്തംഗമ്മികളെ, ലോഡ് ഷെഡിങ്, പവർ കട്ട്. ലോഡ് ഷെഡിങ് ഇല്ല. അത് ഉമ്മൻചാണ്ടിയുടെ പറഞ്ഞ കാലത്ത് ലോഡ് ഷെഡിങ്, പവർ കട്ട്. ഞങ്ങളാണെങ്കിൽ നിങ്ങൾ ഇട്ടാൽ ട്രൗസർ, നമ്മൾ ഇട്ടാൽ ബർമൂഡ. അപ്പൊ അതാ പറയുന്നത്. രാത്രിയിൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. മുൻകൂട്ടി അറിയിക്കില്ല. മുൻകൂട്ടി അറിയിക്കുന്നില്ല കേട്ടോ. മുൻകൂട്ടി അറിയിക്കുന്ന പ്രശ്നമില്ല. മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഇത് രേഖയിലായി പോവില്ലേ? അതായത് പിണറായി വിജയന്റെ ഭരണകാലത്തും വൈദ്യുതി നിയന്ത്രണം എന്നുള്ള രേഖയില്ല. അപ്പൊ അത് മുൻകൂട്ടി അറിയിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ കട്ടാക്കും, ഞങ്ങൾ കട്ടാക്കും. അങ്ങനെ ഇതുവരെ കക്കല് മാത്രമേ. ഇനി കക്കലും മുക്കലും നക്കലും. ഇനി അപ്പൊ കക്കല് നക്കല് പ്ലസ് കട്ടാക്കലും ആയി. ഇനി അതിന്റെ അങ്ങേപ്പുറമില്ലല്ലോ. അപ്പൊ അതാണ് മാതൃഭൂമിയെ. ഇനി കേരളകൗമുദി ഇതാ അരമണിക്കൂർ ഇരുട്ടടി എന്നാ പറഞ്ഞത്. ശരിക്കും ഇതാണ് എന്താ പറയാ മികച്ച തലക്കെട്ട്. അരമണിക്കൂർ ഇരുട്ടടി, ലോഡ് ഷെഡിങ് വൈകിട്ട് 6-നും രാത്രി 12-നും ഇവിടെ. ഏതായാലും കേരളകൗമുദി ധൈര്യം കാണിച്ചു. ലോഡ് ഷെഡിങ് പിണറായി വിജയനും KSEBയും ലോഡ് ഷെഡിങ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഇതല്ലേ? പവർ കട്ട്, ലോഡ് ഷെഡിങ്. അല്ലാതെ പീക്ക് ടൈം ലോഡ് മാനേജ്മെന്റ് അല്ലെ, PLM, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറയേണ്ട കാര്യമില്ല. പവർ കട്ട്, ലോഡ് ഷെഡിങ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതിയിടോ. ഇത് മറ്റേ മുണ്ടക്കൈ ചൂരൽമലയില് ഈ മറ്റേ വിള്ളലില്ല അവിടെ ക്രക്ക് എന്ന് പറഞ്ഞ അതാണെന്ന് നമ്മുടെ CEO പറഞ്ഞല്ലേ. ഏത് CEO? നമ്മുടെ ഊരാളുകളുടെ CEO പറഞ്ഞ മാതിരി വിള്ളലൊന്നുമില്ല അത് ക്രാക്കല്ലേ എന്ന് പറഞ്ഞ പൊട്ടന്മാരാണ്. ഏതായാലും ആ പൊട്ടൻ മറ്റേ പൊട്ടനേക്കാളും ഭേദാട്ടോ. ഇത് ഉരച്ച് കണ്ട് ചോർച്ചയെ ഇവിടെ ചോർച്ച ഞാൻ ഉരച്ച് മാറ്റി കൂലിപ്പണിക്കാരൻ രാജൻ. ഇങ്ങനെ എന്തെല്ലാം അലവലാദികളാണ് പിണറായി വിജയന്റെ. ഏതായാലും ലോഡ് ഷെഡിങ് വൈകിട്ട് 6-നും 12-നും ഇടയിൽ. ലോഡ് ഷെഡിങ് വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ. എപ്പോൾ എവിടെ എങ്ങനെ എന്ന് വ്യക്തമല്ല. KSEBക്ക് കണക്ക് പിഴച്ചു, അനുമതി തേടാൻ വൈകി, കമ്മീഷന്റെ കടുംപിടുത്തവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വളരെ വളരെ വിശദമായ സ്റ്റോറിയാണ്. ആവശ്യകതയുടെ 70%-ലേറെ വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുന്ന സംസ്ഥാനം എന്ന നിലയിലും പ്രതിസന്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായ PH സനൽകുമാറിന്റെ വാർത്തയാണ്. എന്ന് എനിക്ക് തോന്നുന്നു മലയാള മനോരമയേക്കാൾ മാതൃഭൂമിയേക്കാൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചത് കേരളകൗമുദിയാണ് കേട്ടോ.